നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്ന മാട്രിമോണി വഴിയാണ്. ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രൊഫൈൽ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. എന്തോ ജാതകം ഇഷ്യൂ സംതിങ് ഇട്ടാൽ. അത് കഴിഞ്ഞിട്ട് മണികണ്ഠനും എൻ്റെ പ്രൊഫൈൽ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇതും പ്രൊസീഡ് ആവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് മണികണ്ഠൻ എന്നെ ഇൻസ്റ്റഗ്രാം കണ്ടുപിടിച്ചിട്ട് അവിടെ മെസ്സേജ് അയക്കുന്നത്. ഇനി അരികിൽ നീ മതി വാർമുഖി കണിമലരാം എൻ സഖി. അങ്ങനെയാണ് അതിന്റെ പുറകെ വൻ സ്റ്റോറി ഒക്കെ ഉണ്ട്. ആദ്യം എന്ത് ചെയ്ത പ്രൊഫൈല് ഫൈൻഡ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ എന്റെ സ്പെല്ലിംഗ് മാറ്റിയിട്ടേക്കായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എന്നും ഓഫീസിലെ കഫറ്റീരിയ പോയിരിക്കുമ്പോ ഞാൻ കൊളീഗ്സിന്റെ അടുത്ത് പറയും ഇങ്ങനെ ഒരു പ്രൊഫൈല് വന്നു, ഐ ഗോട്ട് ദിസ് പാർക്ക്, എങ്ങനെയെങ്കിലും എനിക്ക് ഈ കുട്ടീനെ കണ്ടുപിടിക്കണം. Who said I love you first? Who's spending more money on shopping? കുറെ നാളായിട്ട് സ്വപ്നം കാണുന്നതാണ് അനീത്തിയുടെ വെഡിങ്. അതും മണികണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും ബെറ്റർ ഒരു ഗ്രൂമിനെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ അത്രയും മാച്ചാണ്. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞിട്ട് നേരെ സ്ലിപ്പ് അവേ ആവാതെ ജസ്റ്റ് ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയായിട്ട് മെസ്സേജ് അയച്ചേ, ഐ സോ യുവർ പ്രൊഫൈൽ ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് ഐ വാണ്ട് ടു. ഇത് ശരിയാവില്ല എന്ന് വീട്ടിൽ പറയണേ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും ഒന്ന് കണ്ട് മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. ലൈക്ക് ഐ ഫെൽറ്റ് ലൈക്ക് യു ആർ എ വണ്ടർഫുൾ പേഴ്സൺ എന്ന് പറഞ്ഞില്ലേ. കൂൾ കിഡോ എന്നായിരുന്നു ഞങ്ങള് വിളിച്ചോണ്ടിരുന്ന കേട്ടോ. കോളേജില് ബുള്ളറ്റൊക്കെ ഓടിച്ചു വരുന്ന ടൈപ്പാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഈ കല്യാണം, ഈ സാരിയൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിട്ട് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. രണ്ടുപേരുടെയും സെയിം ടേസ്റ്റ്, സെയിം ലൈക്ക്, സെയിം ഡിസ്ലൈക്സ്. ഒരാളോട് ചോദിച്ചാൽ മതി എന്ത് വേണമെന്ന്, മറ്റേ ആൾക്കും സെയിം അത് തന്നെയായിരിക്കും. അപ്പൊ അതേപോലെ പെർഫെക്റ്റ് മാച്ച് ആണ് അവര്. ചെറുപ്പത്തിലെ അവള് ഒരു ഇളയാളെന്നുള്ള രീതിയിൽ ഓമനക്കുട്ടി തന്നെയായിരുന്നു. ആരതി കുറച്ച് എന്താ പറയാ ക്രേസി ടൈപ്പ്, അങ്ങനെയാണ്. അതിന് പറ്റിയ ഒരാളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ സോ ഹാപ്പി ഫോർ ഹെർ. We all wish her a very, very, very happy married life. ഇപ്പൊ ഒരു ലിറ്ററലി ഒരു 4 ദിവസം വെഡിങ് ആയിരുന്നു. ഞങ്ങള് ഒരു 6 months പ്രിപ്പറേഷൻ ആയിരുന്നു. എല്ലാവരും നമ്മുടെ ഇന്റിമേറ്റ് വെഡിങ് പോലെ എല്ലാ കസിൻസും എല്ലാ അവന്റെ ഫ്രണ്ട്സും മാർക്കറ്റ് ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ കൂടി ഒരു അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു 4 ദിവസം. ഭാര്യയുടെ കുട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവള് ഭയങ്കര ചൂസ് ചെയ്യായിരുന്നു. ആദ്യം മുതലേ നിർബന്ധമായിരുന്നു സെയിം ആർക്കിടെക്ചർ ഫീൽഡിൽ നിന്ന് തന്നെ വേണം. വേറുള്ളവരായിട്ടാകുമ്പോൾ അത് അത്ര ശരിയായെന്ന് വരില്ല, കോപ്പ് ചെയ്യാൻ പറ്റില്ല, തന്നെ അവളുടെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നു വരില്ല എന്നൊക്കെ പറഞ്ഞൊരു ഇതായിരുന്നു. അപ്പം ആർക്കിടെക്ചർ തന്നെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രൊഫൈൽ വന്നത് മണികണ്ഠൻ. ഞാൻ പറയുകയാണെങ്കിൽ മണികണ്ഠൻ ആൻഡ് ആരതി രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്താ പറയാ, ഒരേ വൈബുള്ള 2 പേര്. അങ്ങനെ വന്നപ്പോൾ ഇവക്കും ഭയങ്കര ഇഷ്ടമായി. ഇതൊരു കുറച്ചൊരു പുതിയൊരു പ്രൊഫഷനാണല്ലോ ഇതിലേക്ക്. VFX ഈവൻ ഒരു 2 ആർക്കിടെക്ട് ഒരുമിക്കേക്കാൾ കൂടുതലായിട്ട് ഇത് നന്നാവുന്നൊരു ഇത് വരുകയും ചെയ്തു. പിന്നെ അവർ പരിചയപ്പെട്ട ശേഷം ഒന്നും പറയാനില്ല. കാരണം ചെറുപ്പത്തില് മുതൽ ഭയങ്കര ശാന്ത സ്വഭാവമാണ്. ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലും ശാന്തമാകൂ മകനെ, ശാന്തമാകൂ, ശാന്തമാകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ. എനിക്ക് മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂരിൽ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ അത് മണികണ്ഠന് അറിയില്ലായിരുന്നു, മണികണ്ഠന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ അമ്മ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഗുരുവായൂരിലൊക്കെ ആയിരുന്നു ഇങ്ങനെ നല്ല. ട്രെയിനിൽ വന്നോണ്ടിരിക്കുക അപ്പൊ മണികണ്ഠൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ചിഞ്ചുവിന് ഇഷ്ടമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്. അങ്ങനെയാണ് നമ്മൾ ഗുരുവായൂരിലായത്. ഞങ്ങക്ക് മുഹൂർത്തം കിട്ടിയത് 10 to 11. പക്ഷെ ഗുരുവായൂരാകുമ്പം മുഹൂർത്തം നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 9 to 10 സ്ലോട്ട് ബുക്ക് ചെയ്തു ഇവിടെ കറക്റ്റ് ആയിട്ട് സമയത്ത് എത്താൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ എങ്ങനെയോ അവിടെ ആ ടോക്കണൊക്കെ എടുത്ത് ക്യൂ ഒക്കെ നിന്ന് കറക്റ്റ് 10:00 കല്യാണം നടന്നത്. അതൊക്കെ വന്നപ്പോഴത്തേക്കും ദൈവമേ ഗുരുവായൂരപ്പന്റെ ഒരു കളി ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഭക്തി ആ ഒരു മൊമെന്റില്. സോ ഗുരുവായൂരിലൊരു കല്യാണം വാസ് ഇൻ മൈ ഡ്രീം. ഞാൻ ഭയങ്കര കൃഷ്ണ ഡിവോട്ടി ആണ്. സോ എനിക്കതൊരു ഭയങ്കര വലിയ ഡ്രീം കം ട്രൂ ആണ്. ആൻഡ് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ ഡെസ്റ്റിനേഷനും കൂടെ പ്ലാൻ ചെയ്യാൻ പറ്റുകൊണ്ട് ഐസിങ് ഓൺ ദ കേക്ക്. പരമ്പരാഗതമായിട്ട് ചിന്തിക്കുന്നത് അതീതമായിട്ടിലേക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ ആരതിയാണെങ്കിലും 1-2 പ്രാവശ്യം അവർ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നത്തിങ് ന്യൂ ആക്ച്വലി. മാരേജിന് ശേഷം അങ്ങോട്ട് പോകുന്നതെന്നോ എങ്ങനെയുള്ള ആൾക്കാരാണെന്നോ വീടെന്താണെന്നോ ഒന്നും അതിനെക്കുറിച്ചൊന്നും ഒരു 100% ക്ലാരിറ്റി ഉണ്ട് അവർക്ക്. ഭയങ്കര ഫാസ്റ്റായിരുന്നു, എല്ലാം വേഗം തീർന്നേ. പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ ക്രൗഡും എല്ലാം കൂടെ കണ്ടപ്പോ എന്തായിരുന്നു ചേടാ ഞാൻ കണ്ടില്ല. നടന്നോളാ, മുന്നിൽ നടന്നോളാ. ദാക്ഷിയാണി മുന്നിൽ നടക്കുക. We wanted something like this for our wedding. നമ്മള് അപ്പൊ ഇപ്പൊ നമുക്കത് റിയാലിറ്റിയിൽ കാണുമ്പോ I don't know what I'm feeling. കുറച്ച് ഇമോഷണൽ but yeah. എൻ്റെ മെയിൻ അട്രാക്ഷൻ ആള് ലൈക്ക് ഫുൾ അഡ്വഞ്ചറസ് ആണ്. ബൈക്ക് ഓടിക്കും, ഭയങ്കര ബോൾഡാണ്, സ്വന്തമായിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. എനിക്ക് മണികണ്ഠന്റെ ജെന്യൂനിറ്റിയാണ് ഏറ്റവും ഇഷ്ടം. ലൈക്ക് ഹീസ് ഓൾവേസ് ജെന്യൂൻ. എന്ത് പറഞ്ഞാലും ഇപ്പൊ നല്ലതാണെങ്കിലും കൊള്ളില്ലെങ്കിലും അത് എന്തായാലും പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിൽ എത്തിയാൽ തന്നെ അവസാനം അത് സോൾവ് ചെയ്യാനുള്ളൊരു വഴികളും നോക്കുന്നുണ്ട്. Ardi, go for all your dreams. Ellam adivalayitte cheya. Chase all your dreams. Yes, don't go the conventional path as you are. Don't go the same path. Take the other route. ഇത്ര നാളുണ്ട് അഡ്വഞ്ചറസ് ലൈഫിലേക്ക് ഇപ്പോൾ വേറൊരാളും കൂടെ വന്നേക്കാണ്. ആൻഡ് വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇതെന്നെ ഇങ്ങനെ ഈ ഒരു സ്പോണ്ടൈനിറ്റി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ചേട്ടൻ പറയുന്നത് 17th കൊടിയേറ്റം, എന്നിട്ട് 27th കൊടി ഇറക്കും. ബിക്കോസ് ഇറ്റ് ഇസ് ഓൾവേസ് എ സീരീസ് ഓഫ് ഈവൻറ്റ്സ് ഗോയിങ് ഓൺ. ആൻഡ് ഞങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു വെഡിങ് നടത്തി തരാൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഫാമിലിയും ആൻഡ് എസ്പെഷ്യലി മൈ പേരൻസ് ആൻഡ് ഹിസ് പേരൻസ്. ഞങ്ങൾ ശരിക്കും ഡ്രീം ചെയ്ത പോലത്തെ സീരീസ് ഓഫ് ഈവൻറ്റ്സ് ആൻഡ് അതേപോലെ തന്നെ എല്ലാം ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. ബിഗ് താങ്ക് യു ടു ദാറ്റ്. Je rêvais d'un monde nouveau.
seulement tous les deux.